കിങ് ഓഫ് കഥ എന്ന ചിത്രത്തിന് ശേഷം ദുൽഖറിന് ഒരു കിടിലൻ കമ്പാക്ക് കൊടുത്തിട്ടുള്ള ചിത്രം തന്നെയായിരുന്നു ലക്കി ഭാസ്കർ എന്ന ചിത്രം. എനിക്ക് ഈ ഒരു പേഴ്സണലി ഈ ഒരു ചിത്രം കണ്ടപ്പോൾ തോന്നിട്ടുള്ളത് ഈ ഒരു ചിത്രം 100 കോടി അല്ലെങ്കിൽ 200 കോടി രൂപയോളം നേടാൻ പറ്റുന്ന ഒരു ചിത്രമൊക്കെ ആയിട്ടായിരുന്നു. അതിനുള്ള കാരണങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയ ടൈമിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനമായിരുന്നു ധനുഷിന്റെ വാത്തി എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയിട്ടുള്ള ഡയറക്ടർ. കൂടാതെ തന്നെ ദുൽഖറിന്റെ ആയാലും സീതാരാമ എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം അടുത്തതായി തെലുങ്കിൽ നിന്ന് റിലീസിനെത്തുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്കിനായാലും ഫസ്റ്റ് ലുക്കിനായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ അത്യാവശ്യം നല്ലൊരു ചിത്രമായിരിക്കും എന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് ക്ലാഷ് റിലീസായി ഏകദേശം എത്തിയിട്ടുള്ളത് ശിവകാർത്തിന്റെ അമരൻ എന്ന ചിത്രത്തിന്റെ ഒപ്പം തന്നെയായിരുന്നു. ഈ രണ്ട് ചിത്രങ്ങൾക്കും അന്ന് തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയ ടൈമിൽ വളരെ മികച്ചൊരു റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയ സമയത്ത് ഏകദേശം 100 കോടി രൂപയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനായാലും തിയേറ്ററിൽ ഈ ഒരു ചിത്രം കണ്ടപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരെ ഏകദേശം കിടിലൻ രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചു ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫോടെ വേണമെങ്കിൽ ഈ ഒരു ചിത്രം തീർക്കാം. കാരണം അത്രയ്ക്ക് ഒരു കിടിലൻ ട്വിസ്റ്റിലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയിട്ടുള്ളത്. ഏകദേശം ഈ ഒരു ചിത്രത്തിന്റെ കഥ ബേസ് പറയുകയാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാളുടെ കഥയായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ പലവരും തന്നെ നിൽക്കാൻ അല്ലെങ്കിൽ പോലീസുകാരുടെ കൂടാണ് നിൽക്കുന്നത്. അത്രയും ബാങ്ക് തട്ടിപ്പൊക്കെ നടത്തിയ കള്ളലൂടെ നമ്മൾ നിൽക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു രീതി വരും. പക്ഷേ ഇതിലെല്ലാവരും നിൽക്കുന്നത് ദുൽഖറിനൊപ്പമാണ്. അതിന് കാരണങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ പറയുന്നുണ്ട്. ആ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ദുൽഖറിന്റെ ക്യാരക്ടർ അനുഭവിക്കുന്ന കുറെ സ്ട്രഗിൾസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ തന്നെ ഇമോഷണലി കണക്ട് ആക്കുന്നുണ്ട്. പുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ പലവർക്കും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ആ ഒരു സമയത്ത് തന്നെ പുള്ളിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പലവരും തന്നെ ഡൗട്ട് ചെയ്തു. പുള്ളി പറ്റിക്കാനായിരിക്കും അല്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നത്തിലോട്ടായിരിക്കും ദുൽഖർ ചെന്ന് ചാടുക എന്നൊക്കെ പലവരും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ഒരു ക്ലീശ കാര്യമൊന്നും ഇല്ലാതെ കിടിലമായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് പോകുന്നുണ്ട്. നല്ല ത്രില്ലിങ്ങോടൊക്കെ കൂടി തന്നെയാണ് പല സീൻസിലും ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് ആയാലും കൊണ്ടുപോയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ ദുൽഖറിന്റെ പെർഫോമൻസ് ബേസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കിങ് ഓഫ് കൊത്തയൊക്കെ ഇറങ്ങിയ ടൈമിൽ പലവരും പറഞ്ഞു ദുൽഖറിന്റെ അഭിനയമൊക്കെ ബേസ് ഭയങ്കര മോശമായി പോയി അല്ലെങ്കിൽ പുള്ളി അത്ര ആ ഒരു റേഞ്ചിനപ്പോൾ എത്തിയില്ലെന്നൊക്കെ. പക്ഷെ ഈ ഒരു ചിത്രത്തിലെ പുള്ളി പൈസ മറിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ചയോടെ പൈസ എല്ലാം തിരിച്ചു വെക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ പുള്ളി തിരിച്ചു വെക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ പുള്ളിയുടെ ജോലി പോകുമോ അങ്ങനെയൊക്കെ ഒരു ത്രില്ലിംഗ് ആയിട്ട് ഈ ഒരു ചിത്രത്തെ ആ ഒരു മൊമെന്റ് പോലും കൊണ്ടുപോകാൻ ഈ ഒരു ചിത്രത്തിന്റെ ഡയറക്ടർ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിന് ഇന്റർവെൽ ബ്ലോക്കാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഞെട്ടിപ്പോയത്. കാരണം ഒരു ബാങ്ക് എംപ്ലോയിയുടെ കയ്യിൽ 100 കോടി രൂപയോളം വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേണമെങ്കിൽ ഫസ്റ്റ് ഒരു സിനിമ മൊത്തം തീർത്തിട്ട് വേണമെങ്കിൽ സെക്കൻഡ് പാർട്ടിന് വലിയ ലീഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അല്ലെങ്കിൽ പുള്ളിക്ക് എങ്ങനെ ഈ 100 കോടി കിട്ടിയെന്നൊക്കെ അല്ലെങ്കിൽ ഇതിലും ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ഈ ഒരു ചിത്രത്തിന് കൊണ്ടുവരാൻ സാധിക്കുമെന്നൊക്കെ പേഴ്സണലി ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫ് ആയാലും തുടങ്ങി കഴിഞ്ഞപ്പോൾ കിട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രീതി എക്സ്പെക്ട് ചെയ്തെങ്കിൽ അതിലും വേറൊരു രീതിയിലോട്ട് ഈ ഒരു ചിത്രത്തെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ പറയും എന്ന് പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ്സുകാരൻ പതുക്കെ അയാളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറി പോകുന്നത് ഒരു ചെറിയ കാറിലൂടെ ആയാലും കാണിക്കുന്നുണ്ട്. ആദ്യം പുള്ളി ഒരു സ്കൂട്ടറിലായിരുന്നു, പിന്നീട് അതൊരു ചെറിയൊരു കാറിലോട്ട് മാറുന്നു, പിന്നീട് പുള്ളി കുറച്ചുകൂടെ പണക്കാരനാകുമ്പോൾ ആ ഒരു വലിയൊരു കാറായി മാറുന്നു. അങ്ങനെ വലിയ രീതിയിൽ ആ ഒരു സിനിമയുടെ ഓരോ ഘട്ടം വരുന്തോറും ആ ഒരു ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. ആ ചേഞ്ചസ് അവരുടെ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല, ആ ഒരു സ്വഭാവത്തിലും ദുൽഖറിന്റെ ക്യാരക്ടറിൽ തന്നെ ആ ഒരു മാറ്റങ്ങളൊക്കെ പതുക്കെ വരുന്നതായി തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിലെ ഡയറക്ടറായാലും ഈ ഒരു ചിത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പല സിറ്റുവേഷനിലും ദുൽഖർ പിടിക്കപ്പെടുവോ എന്ന് തോന്നിപ്പിക്കണം. ആ ഒരു ഇതാണ് നമ്മൾ പല സിനിമകളും കാണുമ്പോൾ നമ്മൾ പറയും നമ്മളെ ത്രില്ല് അടുപ്പിക്കണം എന്നാലേ നമുക്ക് കാണാനുള്ളൊരു ആകാംക്ഷ കൂടത്തുള്ളെന്ന് പലവരും തന്നെ പറയും. പക്ഷെ അത് ആ ഒരു കാര്യം ഒരു ത്രില്ലർ ചിത്രത്തിൽ വരുന്ന കാര്യമൊക്കെ ഈ ഒരു ചിത്രത്തിൽ അവർ നല്ല രീതിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ മറ്റ് ആൾക്കാരുടെ പെർഫോമൻസ് ബേസ് ആയാലും കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിലെ നായികയായാലും ദുൽഖറിന്റെ മകനായിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടറൊക്കെ ആയാലും കിടിലമായിട്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമുക്കൊരു ചിത്രമായാലും കാണുമ്പോൾ നമുക്ക് പേഴ്സണലി തോന്നുന്നത് ആ ഒരു നായകനൊപ്പം നമുക്ക് നിൽക്കാനായാലും തോന്നണം, അല്ലെങ്കിൽ പുള്ളി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ പുള്ളി ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും മറികടക്കണമെന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കണം ഒരു ചിത്രത്തെ കൊണ്ടുപോകേണ്ടത്. അത് ഈ ഒരു ചിത്രത്തിന് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ദുൽഖറിന്റെ ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് അത്യാവശ്യം ഒരു ലോ ഹൈപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആകെ ഉള്ളൊരു വലിയൊരു ബ്രാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ധനുഷിന്റെ ചിത്രത്തിന് ശേഷം വെങ്കി അല്ലൂരി സംവിധാനം ചെയ്ത ഒരു ചിത്രം. കൂടാതെ തന്നെ അത്യാവശ്യം ഒരു ആവറേജ് രീതിയിലുള്ളൊരു മാർക്കറ്റ് മാത്രമായിരുന്നു അന്ന് നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ ദുൽഖറിനെ. ഇപ്പോൾ പലവരും പറയാം അന്ന് വലിയൊരു മാർക്കറ്റ് തെലുങ്കിലുണ്ടെന്ന്. നിങ്ങളൊന്ന് വിചാരിക്കുക, ഭയങ്കര ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ വലിയൊരു കളക്ഷനൊക്കെ നേടിയെടുക്കേണ്ട ഒരു ചാൻസ് തന്നെ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു മാർക്കറ്റ് തന്നെയുണ്ട്. കാരണം സീതാരാമം അന്ന് ഏകദേശം ഒരു 98 കോടി രൂപയോളം മാത്രം കളക്ട് ചെയ്തു. കുറച്ച് 2-3 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമായിരുന്നു ചിത്രത്തിന്റെ 100 കോടി ക്ലബൊക്കെ നഷ്ടമായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ചിത്രത്തിലൂടെ അത് നേടിയെടുക്കുമെന്ന് പലവരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം,
ജസ്റ്റ് വലിയ രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസ് പോലും ഈ ഒരു ചിത്രത്തിൽ കാണിച്ചു പോകുന്നില്ല. ഈ ഒരു ചിത്രത്തിന്റെ കഥ പറച്ചിൽ പോകുമ്പോൾ തന്നെ അവരൊപ്പം തന്നെ ട്രാവൽ ചെയ്തു. ഒരു തെലുങ്ക് ചിത്രമാണ് നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ തെലുങ്കിലുള്ള പലവരും പറയും ഭയങ്കര മാസ് ചിത്രങ്ങളൊക്കെ അവിടെ പുറത്തിറക്കിയാലേ വലിയ ഹിറ്റ് ആകത്തുള്ളൂ എന്നൊക്കെ. നമ്മുടെ മലയാളത്തിലുള്ള ആദ്യമായിട്ടാണ് ഒരു നടൻ അവിടെ പോയി ഒരു 100 കോടിയൊക്കെ കളക്ട് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം കുറച്ചുകൂടി ഒരു ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും കൂടാതെ അമരനോടൊപ്പം അല്ലെങ്കിൽ പോലും അമരൻ അന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയപ്പോൾ ഏകദേശം 300 കോടി രൂപയോളം അന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അമരൻ എന്ന ശിവകാർത്തികൻ ചിത്രം. ഈ ഒരു ചിത്രം അതിനൊപ്പം എത്തിയിട്ട് പോലും 110 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോകുന്ന രീതിയിലും കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ചിത്രത്തിൽ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ പതിയെ അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് ഉയർന്നു വരുമ്പോൾ പലവർക്കും തന്നെ അത് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി സ്ട്രഗിൾ ചെയ്തൊക്കെ നല്ല രീതിയിൽ ഇമോഷണലി ആണ് കണക്ട് ആക്കിയിരിക്കുന്നത്. കാരണം പുള്ളിക്ക് എന്താണ് ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുള്ളി എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടിയാൽ പുള്ളി മുന്നേറുമോ എന്നൊക്കെ പലവരും ചിന്തിക്കുന്ന ഒരു ടൈമിലാണ് അങ്ങനെ ഒരു ചാൻസ് ഒക്കെ വയസ്സായാലും പുള്ളി കയറി പോകുന്നതൊക്കെ ആയാലും കാണിക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ചിത്രത്തിൽ ദുൽഖർ എന്ന ഒരാളുടെ പെർഫോമൻസ് ബേസ് വലിയ രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ പാട്ടായാലും ഈ ഒരു ചിത്രത്തിലെ ഓരോരോ BGM ബേസ് ഒക്കെ ആയാലും കിടിലൻ രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിലായാലും വന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിലെ ഓരോ ബൈ സ്റ്റെപ്പ് നമ്മളെ വലിയ രീതിയിൽ ലാഗ് അടുപ്പിക്കുന്നതാണ് ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതായാലും. കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫ് പതുക്കെ വരും തോറും നമുക്കറിയാം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കണക്ഷൻ നമുക്ക് കിട്ടാതെ പോയാലും നമുക്ക് ഡൗട്ട് അടിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീമായാലും ഈ ഒരു ചിത്രം എടുത്തു വെച്ചിട്ടായാലും ഉണ്ട്. കൂടാതെ തന്നെ പലവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ തോന്നാനുള്ളൊരു സീനായിട്ട് പലവരും തന്നെ കണക്കാക്കിയതാണ്. പുള്ളി ഈ പൈസ മൊത്തം എടുക്കുന്ന ഒരു സീനുണ്ട്. കാരണം പുള്ളി പണക്കാരനാണെന്ന് കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് ചിലപ്പോൾ ഇത് യൂഷ്വലി ആ ഒരു സംഭവം കാണിച്ചു പോവുകയാണെങ്കിൽ പലവർക്കും അത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അത് നല്ല രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻ തന്നെ തരുന്നുണ്ട്. അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു കാർ, പുള്ളിക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തികം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പുള്ളി രീതിയിലാണ് അവിടെ ഇന്നതെടുക്കും അതെടുക്കും. പക്ഷെ അത് ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന ഒരാൾ അത് ഭയങ്കര വില കൂടുതലാണ്, നിങ്ങൾക്ക് കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഈഗോ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് പുള്ളിയുടെ പണം എടുക്കുന്നതൊക്കെ അല്ലെങ്കിൽ നമുക്കും തോന്നും പുള്ളിക്ക് ഇത്രയും പണം ഉണ്ടല്ലോ അതൊന്ന് കാണിക്കൂ എന്നുള്ള രീതിയിലാവുമ്പോൾ തന്നെയാണ് പുള്ളി ഇതെല്ലാം മാറ്റുന്നത്. അതുപോലെ പുള്ളി ആ ഒരു ടൈമിൽ തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇതാണ് ഇന്ത്യ. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് പണമുണ്ട്, നമ്മുടെ കയ്യിലിരുന്നിട്ട് കാര്യമില്ല, പക്ഷെ അത് 4 പേര് അറിഞ്ഞാലേ നമുക്ക് റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ പലവർക്കും തന്നെ റിലേറ്റബിൾ ഒക്കെ ആയിട്ടുള്ള ഒരു ഡയലോഗ് വൈസ് ആയാലും ഈ ഒരു ചിത്രത്തെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീം ആയാലും ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പുള്ളിയുടെ ആ ഗ്രോത്ത് പതുക്കെ വരുന്നത് ക്ലിയർലി ഈ ഒരു ചിത്രത്തിന്റെ ടീം ആയാലും കാണിച്ചു പോയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ ഇന്റർവെല് വരെ പുള്ളി ഒരു സംഭവമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇന്റർവെല് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവെല്ലിന്റെ അടുക്കലാകുമ്പോഴത്തേക്കിന് പുള്ളി നല്ലൊരു നിലയിലോട്ട് എത്തുമെന്ന് അറിയാം. പക്ഷെ ഇന്റർവെൽ ബ്ലോക്ക് ആകുമ്പോൾ അതിലും വലിയൊരു നിലയിലോട്ട് എത്തി എന്നുള്ള രീതിയിൽ കിടിലം ഒരു പഞ്ചോട് കൂടിയായിരുന്നു ഈ ഒരു ചിത്രമായാലും ഒരു ഇന്റർവെൽ ബ്ലോക്കോടെ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ നിൽക്കുന്ന ഒരു കിടിലമായിട്ടുള്ള ത്രില്ലിംഗിന്റെ രീതിയിൽ പോകുന്ന ഒരു കിടിലം സെക്കൻഡ് ഹാഫ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ആയാലും വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ മറ്റ് എടുത്തു പറയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് സീക്വൻസ് തന്നെയായിരുന്നു. നിങ്ങൾ വെറുതെ നോക്കുക, ഈ ഒരു ചിത്രത്തിന്റെ പലവരും തന്നെ എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തു പുള്ളിയുടെ. കാരണം ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ പുള്ളി പൈസ മൊത്തം വേണ്ട എന്ന് വെച്ച് അവർക്ക് കൊടുക്കുന്ന പോലെ രീതിയിലായിരുന്നു ഈ ഒരു ചിത്രമായാലും എൻ്റെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഇറക്കിയപ്പോൾ പോലും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ പോയപ്പോൾ പോലും പലവർക്കും അത് ഇത് എന്താ ഇങ്ങനെയെന്ന് തോന്നിപ്പിക്കാനുള്ള കാര്യം ചെയ്തില്ല. കാരണം പുള്ളി അതിൽ ആ ഒരു വില്ലനായിട്ട് എത്തുന്നതായാലും പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ അയാൾക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് തന്നാലും അല്ലെങ്കിൽ അവൻ്റെ പൈസ ഇല്ലെങ്കിൽ പോലും അയാൾക്ക് മനസമാധാനമുണ്ട്. കാരണം അതിൽ ഇല്ലാത്തതിനോർത്ത് വിഷമിക്കില്ല, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിച്ചവൻ എന്നൊക്കെ പറയും. കാരണം അയാളൊരു കോമൺ മാനാണ്. ഈ ഒരു കാര്യം കേൾക്കുമ്പോഴായാലും പലവർക്കും ഈ ഒരു ചിത്രം ഇവിടെ എൻ്റെ ചെയ്താലും നന്നായിട്ട് തന്നെ എന്ന രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിൽ എൻ്റെ ചെയ്യുമെന്ന് പറഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്ത ടൈമിൽ ഒരു ട്വിസ്റ്റ് എന്ന രീതിയിൽ ആ പൈസ മൊത്തം പുള്ളിയുടെ തന്നെ കയ്യിലാക്കി പുള്ളി അവിടുന്ന് തന്നെ ഇവിടുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് നമ്മളെ മിക്കവരും പ്രൊഡിക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ഡയലോഗ് ചിലപ്പോൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, പലവരും എക്സ്പെക്ട് ചെയ്യും ദുൽഖർ എങ്ങനെയെങ്കിലും ആ ഒരു കാര്യമൊക്കെ മാറ്റുമെന്നെങ്കിലും എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഈ ഒരു രീതിയിൽ പറഞ്ഞ് ഈ ഒരു രീതിയിൽ സിനിമ എന്ത് ചെയ്താലും കുഴപ്പമില്ല നല്ല രീതിയിലാണെന്നുള്ള രീതിയിൽ പോകുമ്പോൾ ഈ ഒരു ട്വിസ്റ്റോടെ വന്നപ്പോൾ കിടിലും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് പലവർക്കും തന്നെ ആ ഒരു ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രം അന്ന് തെലുങ്കിൽ റിലീസ് എത്തിയപ്പോഴാണ് ഏകദേശം 100 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ മലയാളത്തിൽ തന്നെ എക്കാലത്തും വലിയ ഹൈപ്പോടെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു കിങ് ഓഫ് കൊത്ത എന്ന ചിത്രം. ഒരു പാൻ
ടൈം റിലീസായിട്ടും കൂടാതെ പല ഭാഷകളിൽ പോയി വലിയ രീതിയിൽ പ്രൊമോഷൻ വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പലവരും തന്നെ വിചാരിച്ചു കിങ് ഓഫ് കൊത്ത എന്ന ചിത്രം ഏറ്റവും വലിയ ഹിറ്റ് ആയിരുന്നു. കാരണം വേണമെങ്കിൽ 100-200 കോടി രൂപയൊക്കെ സിമ്പിൾ ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രമായിരുന്നു. കാരണം അത്രയും വലിയ ഹൈപ്പ് ഉണ്ട്. ആ ഒരു ഹൈപ്പിനെ ബീറ്റ് ചെയ്യുന്ന റെസ്പോൺസ് ഒക്കെ നേടാൻ സാധിച്ചിരുന്നെങ്കിൽ ക്ലിയർ ആയിട്ടും ചിത്രം ഏറ്റവും വലിയൊരു ഹിറ്റായി മാറിയേനെ. ആ ഒരു ചിത്രം വലിയൊരു ഹിറ്റായി തന്നെ മാറിയിരുന്നെങ്കിൽ ഈ ഒരു ചിത്രം ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന് അതിലും വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ച് ഇപ്പോഴുണ്ടായിരുന്ന കളക്ഷനിലേക്കാളും കുറച്ചുകൂടി ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും. കൂടാതെ ഒരു സോളോ റിലീസ് നമ്മൾ ഇപ്പോഴും പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റു ചിത്രങ്ങളിലൊക്കെ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ പോലും ഒരു പക്ഷേ ഒരു ചിത്രത്തിന് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യാൻ തന്നെ സാധിക്കുന്ന ഒരു ടൈമൊക്കെ തന്നെയാണ്. കൂടാതെ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആയാലും ഈ ഒരു ചിത്രം അത്യാവശ്യം നല്ലൊരു കളക്ഷനൊക്കെ ബീറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അന്ന് അമരൻ എന്ന ചിത്രമായാലും വലിയ രീതിയിൽ ഹിറ്റ് ആയിട്ടുണ്ട്. ഈ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തെക്കുറിച്ച് പറയുന്ന ചിത്രം കേരളത്തിൽ വലിയ രീതിയിൽ ഹിറ്റായി. കൂടാതെ തന്നെ അമരൻ എന്ന ശിവകാർത്തികൻ ചിത്രമായാലും നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം വലിയൊരു ഹിറ്റ് തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ദുൽഖറിന്റെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ലക്കി ഭാസ്കർ എന്ന ചിത്രം. ഈ ഒരു ചിത്രം കണ്ടപ്പോൾ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യലും മുകളിൽ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു ചിത്രം തന്നോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.